ഏശയ്യ അദ്ധ്യായം 5. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ്. എൻ്റെ പ്രിയന് വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവനത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽ മാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ജെറുസലേം നിവാസികളെ, യൂദായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, യൂദാ ജനമാണ്. അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി. അധർമ്മികൾക്ക് ദുരിതം. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം. വീടിനോട് വീട് ചേർത്ത് വയലിനോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും. മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്ത് വീഞ്ഞും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു. അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു. സീമാതീതമായി അത് വായ് പിളർന്നിരിക്കുന്നു. ജെറുസലേമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു. മനുഷ്യന് തലകുനിക്കാൻ ഇടവന്നു. മർത്യർ അപമാനിതരായി, അഹങ്കാരികൾ ലജ്ജിതരായി. സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു. പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു. അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽപ്പുറങ്ങളിലെന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും. കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകുട്ടികളും അവിടുത്തെ നഷ്ടാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം. പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം. കർത്താവ് വേഗം തൻ്റെ പ്രവൃത്തി നിറവേറ്റട്ടെ. നമുക്ക് കാണാമല്ലോ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ ലക്ഷ്യം ആസന്നമാകട്ടെ. അത് നമുക്കറിയാമല്ലോ എന്ന് അവർ പറയുന്നു. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതം. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ലുപോലെ അവരുടെ വേര് ജീർണിക്കും. അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നുപോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു. പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. അവരുടെ മൃതശരീരങ്ങൾ തെരുവേദികളിൽ മാലിന്യം പോലെ കിടന്നു. എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല.
അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരടയാളം കാണിക്കും. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ, അതിവേഗം അവർ വരുന്നു. ആരും ക്ഷീണിച്ചിട്ടില്ല, ആരുടെയും കാലിടറുന്നില്ല. ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആരുടെയും അരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല. അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ്, അവരുടെ വില്ല് കുലച്ചിരിക്കുന്നു. അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെയും അവരുടെ രഥചക്രങ്ങൾ ചുഴലിക്കാറ്റ് പോലെയുമാണ്. അവരുടെ ഗർജനം സിംഹത്തിൻ്റേതുപോലെയാണ്. യുവസിംഹങ്ങളെപ്പോലെ അവർ അലറുന്നു. അവർ മുരളുകയും ഇരപിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. അന്ന് അവർ അതിനെ നോക്കി കടലിൻ്റെ ഇരമ്പൽ പോലെ മുരളും. ആരെങ്കിലും ദേശത്തേക്ക് നോക്കിയാൽ അവിടെ അന്ധകാരവും അസ്വസ്ഥതയുമായിരിക്കും. കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും. ഏശയ്യ അദ്ധ്യായം 6. ഏശയ്യായുടെ ദൗത്യം. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കർത്താവേ, ഇത് എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നതുവരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ അതിൽ 1% അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടർപ്പൻ്റെൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും. ഏശയ്യ അദ്ധ്യായം 7. ഇമ്മാനുവേൽ പ്രവചനം. യൂദാ രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോഥാമിൻ്റെ പുത്രൻ ആഹാസിൻ്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിന് വന്നു. എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നത് പോലെ അവൻ്റെയും ജനത്തിൻ്റെയും ഹൃദയം വിറച്ചു. കർത്താവ് ഏശയ്യായോട് അരുളി ചെയ്തു, നീ പുത്രനായ ഷയാർ യാഷുബുമൊത്ത് ചെന്ന് അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികിലുള്ള മേൽക്കളത്തിലെ നീർച്ചാലിൻ്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക, ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളി നിമിത്തം റസീൻ്റെയും സിറിയായുടെയും റമാലിയായുടെ പുത്രൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നമുക്ക് യൂദായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിൻ്റെ പുത്രനെ അതിൻ്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്
സിറിയായും എഫ്രായിമും റമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. സിറിയായുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിൻ്റെ തലവൻ റസീനുമാണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്നഭിന്നമാക്കപ്പെടും. മേലിൽ അത് ഒരു ജനതയായിരിക്കുകയില്ല. എഫ്രായിമിൻ്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ ഏശയ്യാ പറഞ്ഞു, ദാവീദിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. യൂദായിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ. അസീറിയ രാജാവിൻ്റെ ഭരണം തന്നെ കർത്താവ് നിൻ്റെയും ജനത്തിൻ്റെയും നിൻ്റെ പിതൃഭവനത്തിൻ്റെയും മേൽ വരുത്തും. അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസീറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും. അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽപ്പുറങ്ങളിലും വന്നുകൂടും. അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ക്ഷൗരക്കത്തി കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലിലെ രോമവും താടിയും ക്ഷൗരം ചെയ്യിക്കും. ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും 2 ആടുകളെയും വളർത്തും. അവ സമൃദ്ധമായി പാൽ നൽകുന്നത് കൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും. ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും. ആ ദിനത്തിൽ 1000 ഷെക്കൽ വെള്ളി വില വരുന്ന 1000 മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും. ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ട് ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ. തൂമ്പ കൊണ്ട് കിളച്ചിളക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്ക് മേയാനുമുള്ള സ്ഥലമാകും. ഏശയ്യാ അധ്യായം 8. ഏശയ്യായുടെ പുത്രൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വലിയ ഒരു ഫലകമെടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മാഹിർ ഷലാൽ ഹഷ്ബാസ് എന്ന് ആലേഖനം ചെയ്യുക. പുരോഹിതനായ ഊറിയായെയും ജബരക്കിയായുടെ പുത്രനായ സക്രിയായെയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു. ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവന് മാഹിർ ഷഹാൽ ഹഷ്ബാസ് എന്ന് പേരിടുക. എന്തെന്നാൽ ഈ ശിശു അപ്പ അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുൻപ് ദമാസ്കസിൻ്റെ ധനവും സമരിയായുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോവായെ നിരസിച്ച് റസീൻ്റെയും റമാലിയായുടെ പുത്രൻ്റെയും മുൻപിൽ വിറയ്ക്കുന്നത് കൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ അസീറിയ രാജാവിനെ സർവപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും. ആ പ്രവാഹം അതിൻ്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞൊഴുകും. അത് യൂദായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. ഇമ്മാനുവേലെ, അതിൻ്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്തെയാകെ മൂടിക്കളയും. ജനതകളെ തകരുവിൻ, പേടിച്ചു വിറയ്ക്കുവിൻ. വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. അതെ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. പ്രവാചകന് മുന്നറിയിപ്പ്. തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്.
സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധമായി കരുതുവിൻ. അവിടത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ. അനേകർ അതിന്മേൽ തട്ടിവീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എൻ്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്ര വെച്ചുറപ്പിക്കുകയും ചെയ്യുക. യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല. അവർ അത്യധികം കഷ്ടപ്പെട്ടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും. തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും. അവർ മുകളിലേക്കും താഴോട്ടും കണ്ണയക്കുകയും എവിടെയും കൊടിയ വേദനയും അന്ധകാരവും കഠോര ദുഃഖത്തിൻ്റെ ഇരുളും. ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും.